പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോയിൽ നിന്നും വരാത്തത് തന്നെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിൽ ഷിംല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ വരാനൊരു അവസരം കിട്ടി. ജോലിയായി ബന്ധപ്പെട്ടിട്ട് ചെറുങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ കുറച്ച് സമയം നമുക്കിങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊന്ന് കാണാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിട്ടാണുള്ളത് ഇങ്ങോട്ട്. ഇവിടെ ठीक है, ഈ സ്ഥലം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടുത്തെ ഫുള്ള് കോടയാട്ടാ. ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ചോദിച്ചപ്പോൾ ഫുൾ ടൈമും ഇവിടെ ഈ മഞ്ഞും തണുപ്പും നമ്മൾ ഊട്ടിയിലെല്ലാം പോയാലുള്ള കാലാവസ്ഥയില്ലേ അതേ കാലാവസ്ഥയാട്ടോ ഇവിടെ. ഈ വീഡിയോയിൽ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ വന്നപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ കണ്ടപ്പോൾ ആദ്യമായിട്ട് ഒരവസരം കിട്ടി. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് വീഡിയോ വാർത്താം. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ ആയില്ലേ നിങ്ങളുമായിട്ടെല്ലാം കണ്ടിട്ട്, അപ്പോൾ ഒരു വീഡിയോ കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്ന കേട്ടോ ഇത്. പിന്നെ മെയിനായിട്ടൊരു കാര്യമോ ഇങ്ങനെയെല്ലാം കണ്ടിട്ട് ഇതെന്താ കോലം ചോദിക്കണ്ടേ. എൻ്റെ 1-2 വീഡിയോൻ്റെ അകത്ത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കിട്ടൊരു അവസരമായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. ജോലിയെ ബന്ധപ്പെട്ടൊരു ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരവസരം കിട്ടി ഒന്ന് ഷിംല ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഷിംല മൊത്തത്തിലല്ല, ചെറിയൊരു ഏരിയ മാത്രം. ഈ ഒരു കാലാവസ്ഥയും ഇതെല്ലാം ഭയങ്കര വൈബ് കേട്ടോ. ഈ സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥ പൊളിയാണ്. ഭയങ്കര മഞ്ഞും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര രസമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല എന്താ പറയുക ഫുൾ ടൈം ഇവിടുത്തെ കാലാവസ്ഥ ഇതാട്ടാ. ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ നിൽക്കുന്ന സ്ഥലത്തല്ല, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാനായി. അപ്പോൾ ഇവിടെ വെയിലേ വരത്തില്ല. ടൂറിസ്റ്റ് ആയി ബന്ധപ്പെട്ടിട്ട് അടിപൊളി സ്ഥലമാണ്. കാരണം ഇവിടെ പെർമനൻറ്റ് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വെയിലൊന്നും വരാണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ടൂറിസ്റ്റിനെല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ്. കാരണം ഫുൾ ടൈം ക്ലൈമറ്റ് നല്ല അടിപൊളി. തണുപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല. കാരണം ഞാൻ ടീഷർട്ടിലുള്ള സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല. പക്ഷേ നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥ. നമ്മൾ ഊട്ടിയിലുള്ള സെയിം സംഭവം തന്നെ. നല്ല കാണാനും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് പിന്നെ കൂടുതലൊന്നും പോകാനുള്ള അവസരമില്ല. ഈ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. ഇവിടെ വന്നപ്പം ജസ്റ്റ് നമുക്ക് നിങ്ങളെല്ലായിട്ടൊന്നും കൂടി കാണാം. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ. കുറേ കാലമായില്ലേ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ വിട്ടു വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഈ കാണുന്ന നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കും വീഡിയോ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളിത് ഇരുന്ന് കാണണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അഥവാ ഈ സ്ഥലം കാണണമെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഞാൻ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നല്ല മാക്സിമം കവർ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലം കാണിക്കുക എന്നുള്ള മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശമുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ ഫുൾ ഇതാ ഓരോ കുറച്ച് സമയം കഴിയുന്നതിങ്ങനെ കോട ഇങ്ങനെ കൂടി വരുതാ. തൊട്ടടുത്തുള്ള കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒന്ന് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. സൗണ്ട് ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല. ഞാൻ ക്യാമറയൊന്നും എടുത്തിട്ട് നിങ്ങൾക്കറിയില്ല, ഫോണിൽ അങ്ങനെയാണ് എടുക്കുന്നതാണ്. വീട്ടിലെല്ലാം ഉള്ളത്. ഞാൻ ഇങ്ങനെ നമ്മളൊരു ഒപ്പരമുള്ള സുഹൃത്തുക്കൾ ഒരു 3-4 ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തുള്ള ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങൾ അതിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ നിങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക്, അതായത് ഞാൻ കണ്ടോണ്ട് പറഞ്ഞാണ്, ക്ലൈമറ്റെല്ലാം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നമ്മൾ ജമ്മുവിലും ശ്രീനഗറും മാത്രമല്ല, ഇതേപോലെ നിങ്ങൾക്ക് നല്ല ക്ലൈമറ്റിലുള്ള സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കും പോരി കേട്ടോ. നല്ല അടിപൊളി. ഞാനിവിടെ വന്നപ്പോൾ നമ്മളെ TN രജിസ്ട്രേഷനിൽ ഒരു 10 ബൈക്ക് ബുള്ളറ്റ് TN രജിസ്ട്രേഷനിൽ. അപ്പോൾ അവരോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. വണ്ടി പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇവിടത്തേക്ക് ബൈക്കെല്ലാം എടുത്തിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട് ഉദ്ദേശിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതായാലും അപ്പോൾ നമ്മളെടുത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും. ഞാനൊരു കണ്ടിട്ടില്ല വീഡിയോ. ചിലപ്പോൾ എൻ്റെ മാത്രം മിസ്റ്റേക്ക് ആയിരിക്കും, ആരും ഒന്നും പറയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞാണ്. എൻ്റെ ബാക്കിലിപ്പം ഇതിൽ എനിക്ക് പറഞ്ഞല്ലോ വേറെ നിങ്ങളോട് കാണിക്കാനോ പറയാനോ ഒന്നുമില്ല. കാരണം വേറെ ആരും ഇല്ല. എനിക്കിപ്പോൾ കളിയാക്കാൻ പോലും ആളില്ല. എനിക്ക് അതാണ് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സാണ് ഉള്ളതല്ല ഹിന്ദിക്കാരാണ്. ഒരുത്തമുണ്ട് മലയാളി. അപ്പം ഇപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ സ്വന്തം ഒറ്റയ്ക്ക് നിങ്ങളോടിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കാം. നിങ്ങൾ സഹിക്കുക കേട്ടോ. പിന്നെ വേറെ സായിജിൻ്റെ ചാനൽ, അതായത് സായി ചമ്മി ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ ചാനൽ 1 മില്യൺ അടിച്ചിട്ട് അതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടില്ലേ? അത് പോയി കാണണം. സായിജിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് നാട്ടിലില്ല. പിന്നെ അതുപോലെ എച്ചോട്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റിയില്ല. കുറേ ആൾക്കാർ കമൻറ്റ് കണ്ടിട്ട് അതിന് അന്വേഷിച്ചതായിട്ട് കണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എനിക്കിതിൽ പറയാലോ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനും കൂടി കാരണം കേട്ടോ.
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം കൂടി കാണിച്ചു തരും. ഈ ഒരു ചർച്ച നല്ല കോടേൻ്റെ നടുക്കിലൂടെ കാണുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, അല്ലേനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. കാലാവസ്ഥ അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ മഴയേനും ഇപ്പോൾ കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തുടങ്ങി. സൈഡിലും ക്ലോക്ക് ഉണ്ട് കേട്ടോ. സമയം ഇപ്പം 11:30. ഇതാ കറക്റ്റ് കേട്ടോ. എൻ്റെ വാച്ചിലും 11:30 ഇവിടെയും 11:30. അപ്പോൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഇത് എത്ര വലിയ ബാറ്ററിയാണെന്ന് എല്ലാം നടക്കുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് 11:30 സമയം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറണ്ടായിരിക്കും അല്ലേ. ആരും ഇതേതാ പൊട്ടയെന്നും ചോദിക്കണ്ട, സത്യമായിട്ടും. കാരണം അതിൻ്റെ വലിപ്പം അത്രക്കും വലുതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തിരിയുന്നുണ്ടാവില്ല. അത്രയും വലിയ ക്ലോക്കും സൂചിയും അത്. അതെങ്ങനെയായിരിക്കും അതിൻ്റെ പവർ? മണ്ടൻ ചോദ്യമായിരിക്കാം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. മണ്ടത്തരങ്ങൾ ഇന്നും എൻ്റെ കൂടെയുള്ളതുകൊണ്ട് ഇന്നത്തെ ഒരു വിഷയമില്ലാന്ന് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നടന്ന് നമ്മളിപ്പോൾ താഴെ നിന്ന് വന്നിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെ ഇതിൻ്റെ മുകളിലെത്തി കേട്ടോ. അധികം മുകളിലല്ല, നമ്മളിപ്പോൾ വന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട അടിപൊളിയല്ലേ ഇരുന്ന് കാണാൻ. ഞാനിപ്പോൾ വന്നത് അങ്ങനെ കേട്ടോ. ആ കാണുന്ന അങ്ങനെ വന്ന് നടന്ന് നമ്മൾ ഇതിലേക്ക് കൂടി ഇങ്ങനെ സൈഡിലേക്ക് കൂടി വന്ന് ഇതാ ഇവിടെ ഇങ്ങനെ കയറി മൊത്തത്തിൽ നമ്മളൊന്ന് ഇവിടെ നിന്നിട്ട് കാണില്ല കേട്ടോ. ഇവരാണ് എൻ്റെ കൂടെ വന്നത്. ഇവൻ മലയാളിയാണ്. ഇത് നമ്മളെ ഒരു ഫ്രണ്ടാണ്. നിങ്ങൾക്കറിയാലോ, നമുക്ക് ചെറിയൊരു അവസരം എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥലം കാണാനായാലും എന്തെന്നായാലും നമ്മൾ ഒഴിവാക്കരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ കുതിര സവാരി ഉണ്ട് കേട്ടോ. കുതിര ഞാൻ മുന്നേ കയറാത്തതൊന്നുമല്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് ഉപയോഗിക്കാൻ പറ്റും. इसके ऊपर से चढ़ना है? कितना बोला था पैसा? 150 का. നിധി എനിക്കൊരു വീഡിയോ എടുത്ത് എനിക്ക് ഓൻ തന്നെ വരണം കേട്ടാ. നിധിനെ എടാ എത്രോട്ടം വിളിച്ചാലാ എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ വരുന്നു. ഓടി വാടാ. ഞാൻ ഇതാ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് സ്റ്റാർട്ടായോ? കുതിരടുത്ത് കുറച്ച് മെല്ലെ വരാൻ പറ. കുതിരനെ കൊണ്ട് കുറച്ച് മെല്ലെ വരാൻ പറ. നമ്മളെ ഒപ്പരം വന്ന ആൾക്കും കയറണമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതാണ് ആദ്യം കയറണ്ടെന്നെല്ലാം പറയാം. ഞാനിതാണ് ഒന്നും കാണിച്ചു കൊടുക്കാത്തത്. ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് എന്തായാലും കയറണം തോന്നും. പോക്ക് ചിരിയെല്ലാം നോക്കിയാൽ കോമഡി തന്നെ. ആരും കിട്ടിയില്ല ഹിന്ദിക്കാരനാ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കലുണ്ടേ. ചാറ്റിയെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അതിനുള്ളിൽ ഇപ്പം മനസ്സിന് പാവം ഭയങ്കര ഇതാണ്ടാവുക. ഞാൻ കയറിയ പോലെ തന്നെ സംഭവം പഴശ്ശിരാജ പോകുന്നു എന്നുള്ള ഫീലിലാണ് ഉണ്ടാവുക. നമുക്കെല്ലാം പുറമേന്ന് കാണുമ്പോൾ അറിയൂ. കോമഡിയാണ്. പക്ഷേ 2-3 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ എന്നാലേ. അങ്ങനെ കുതിരപ്പുറത്ത് നമ്മൾ ഇറങ്ങി താഴോട്ടേക്ക് ഇങ്ങനെ നടന്നു പോക്കാം. ഇനിയൊന്നും കൊണ്ടുപോകാനൊക്കെ കുതിരപ്പുറത്ത് നിനക്ക് വീഡിയോ എടുത്താൽ ഈ പട്ടിയൊന്നും എടുത്തതില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയാ അതിൻ്റെ മുകളിൽ പറഞ്ഞതെന്നറിയോ? അതൊന്നും റെക്കോർഡില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാം ഇറങ്ങിയതിന് ശേഷം ഞാൻ മതി എന്ന് പറയുന്നതൊക്കെ മാത്രം എല്ലാം റെക്കോർഡ്. ഇവൻ്റെ കാല് ഞാൻ നോക്കുമ്പോൾ എനക്ക് എടുത്തു തന്ന വീഡിയോ നോക്കുമ്പോൾ സാരമില്ല. എനിക്ക് ചെറുങ്ങനെ ഒരു സാധനം കിട്ടി. ഞാൻ കുതിരപ്പുറത്തിരിക്കുന്നത് അത് മതി. ഞാൻ കുതിരപ്പുറത്ത് നിന്നൊരു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതിനും കുഴപ്പമില്ല. അത്യാവശ്യം ചെറിയൊരു സാധനം കിട്ടിയില്ല, അത് മതി. അപ്പോൾ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റാണ് കേട്ടോ. മൊത്തം ഓരോ സാധനങ്ങളും കാര്യങ്ങളിലായിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വെറുതെ ഒന്ന് എടുക്കുന്ന കേട്ടോ. പുറത്തേക്കുള്ള ഒരു ഏരിയ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ സൂമിങ്ങും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു രസം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് ഇത് എത്ര ദൂരെയാണെന്ന് കാണിച്ചു തരാം. ആഹാ വെറുതെ എടുത്തേട്ടാ കൂട്ടത്തിൽ. നമുക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറയാലോ. എന്നിട്ട് ഞാനൊരു വീഡിയോ ഒരു 5 മിനിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഫുള്ള് മരത്തിനെ കൊണ്ടാക്കിയതാ കേട്ടോ. ആരെങ്കിലും ഇതേപോലെ വീട്ടിൽ ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലാക്കാൻ പറ്റുന്ന സാധനം. കണ്ടപ്പം വെറുതെ എടുത്തേ ഉള്ളൂ. ഇതെല്ലാം കാണുമ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ഞാൻ ഇംഗ്ലണ്ടിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ സിനിമയിലെല്ലാം നമ്മൾ കാണുന്നില്ലേ ഇംഗ്ലണ്ടിലെല്ലാം ഉള്ള ഒരു ആ ഒരു ലൊക്കേഷൻ്റെ ആ ഒരു ടൈപ്പ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നില്ല ഇത് കാണുമ്പോൾ. അത് ഈ ബിൽഡിംഗ് എല്ലാം കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇത് തന്നെ തമ്പനയിലുണ്ട്. എന്നിട്ട് ഞാൻ ഇംഗ്ലണ്ടിലെത്തിയെന്ന് പറയും. ഇവിടെ ഡ്യൂട്ടിക്ക് ഒരു മേഡം ഉണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാട്ടെ ഇത്. അപ്പോൾ നമ്മളെ
ചങ്ങായിക്കും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറി നിന്നിട്ടാളെ എനക്കൊന്നും എടുക്കണമെന്നും പറഞ്ഞിട്ട് ചലോ ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന്. ഇപ്പം മിക്കവാറും വിടാൻ സാധ്യതയില്ല. ഓ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് എടുത്തു കൊടുക്കട്ടെ. അപ്പോൾ ആള് മാത്രമല്ല ഞാനും പോയിട്ട് ഞാനും ആ കൂട്ടത്തിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് പറഞ്ഞല്ലോ ഒന്നുമില്ല, അങ്ങനെ പെട്ടെന്നൊരു അവസരം കിട്ടിയപ്പോൾ ചെറിയൊരു വീഡിയോ എനിക്കറിയാം, ഈ കാര്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയാം. ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് കാണാൻ വന്നൊരു സ്ഥലം, അങ്ങനെ ഇവിടത്തേക്കായിട്ട് വന്നതല്ല, ഇങ്ങനെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് എത്തിപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഒരു വീഡിയോയും കൂടി എടുത്തതേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ എന്നറിയാം. അപ്പോൾ എല്ലാവരോടും അടുത്ത വീട്ടിലെ അവർ ഇനി എന്തെങ്കിലും വീഡിയോ ഇടുമായിരിക്കും. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.